യൂട്യൂബേഴ്സിന്റെ റിവ്യൂ കൊണ്ട് ഒരിക്കലും ഫോൺ എടുക്കരുത്. ഇപ്പം എൻ്റെ റിവ്യൂ ഉണ്ടായാലും എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഐഫോണിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് കിട്ടും. അതേസമയം ആൻഡ്രോയിഡിനെ കുറ്റം പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഫോണാണ്. അല്ല പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് സാധാരണക്കാരെ ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത്. ഓപ്പോ, വിവോ, പിന്നെ വൺ പ്ലസ്, റിയൽമി, ഐക്യു, ഇതൊക്കെ ഒരമ്മ പറ്റ മക്കളാണ് ശരിക്കും. അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റാഫ് മലയാളി ആയതുകൊണ്ട് അവൻ പറയും അങ്ങനെ പറയാൻ പറ്റില്ല, നല്ല ക്യാമറയാണ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെക് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ് കാണുന്നവരെല്ലാവരും തന്നെ ടെക്കിൽ അധിക പ്രാവീണ്യമുള്ളവരായിരിക്കില്ല. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടെക്നോളജി മേഖലയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും സുപരിചിതമായൊരു മുഖമാണ് യൂട്യൂബർ യതീഷ് ശർമേനോൻ. ഈ മേഖലയിൽ വരുന്ന പുതിയ മാറ്റങ്ങളും പുതിയ ഗാഡ്ജറ്റുകളും ഒക്കെ റീറ്റെയിൽ ഷോപ്പുകൾ എത്തുന്നതിന് മുമ്പേ തന്നെ ഇദ്ദേഹത്തെ പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ കയ്യിലായിരിക്കും ആദ്യം ആ പ്രൊഡക്റ്റ് എത്തുകയും അവർ റിവ്യൂ ചെയ്യുന്നതിലൂടെയാണ് നമ്മളെല്ലാവരും അത് അറിയുന്നതും ആ പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിക്കുന്നതും. വെൽക്കം സാർ. ഓക്കെ, ആദ്യമായിട്ട് തന്നെ ഒരു വിവാദമായിട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. പല യൂട്യൂബേഴ്സും ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അബദ്ധമാവാറുണ്ട്. ഇപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ ഒക്കെ കേസിൽ ചാർജിങ്ങിൻ്റെ വിഷയങ്ങളായിക്കോട്ടെ, പിന്നെ ക്യാമറ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ CPU, GPU തുടങ്ങിയ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഒരു റിവ്യൂ പറയുന്ന സമയത്തും അതല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും അത് അബദ്ധമായ കാര്യങ്ങളാണ് പറയാറുള്ളത്. ഞങ്ങൾ ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത് പക്കാ ഫാൾട്ടാണെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ടെക് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ് കാണുന്നവരെല്ലാവരും തന്നെ ടെക്കിൽ അധിക പ്രാവീണ്യമുള്ളവരായിരിക്കില്ല. ഇപ്പോൾ ഉദാഹരണം, ഒരു ഇൻഫ്ലുവൻസറായി മാറുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പോസ്റ്റ് എന്തെങ്കിലും ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇട്ടു, അതിന് നമ്മൾ ആദ്യമായിട്ട് ഇടുന്നതെന്ന് വയ്ക്കുക, നമ്മൾ അബദ്ധത്തിൽ ചിലപ്പോൾ വെറുതെ ഒരു കണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇട്ടു, അതിന് പെട്ടെന്ന് വ്യൂ കിട്ടി. ചിലപ്പോൾ നമ്മുടെ ഫീൽഡുമായിട്ട് ഇതിന് യാതൊരു സാമ്യം ഉണ്ടാവില്ല. ഇതിന് വ്യൂ കിട്ടിയപ്പോൾ നമ്മൾ എന്താ അടുത്ത് ചിന്തിക്കുന്നത്, ഇതുപോലത്തെ കണ്ടന്റ് അടുത്തത് ഇട്ടാൽ അടുത്തതിന് വ്യൂ കിട്ടും. അപ്പോൾ പല യൂട്യൂബേഴ്സും വന്നേക്കുന്നത് ഇതുപോലെ ആയിരിക്കുള്ളൂ. അവർക്ക് വ്യൂ കിട്ടുന്ന കണ്ടന്റ് ഏതാണോ അവരതിട്ട് അങ്ങനെ പോയി. അപ്പോൾ അവർക്ക് അറിവില്ലാത്തൊരു വിഷയത്തെ പറ്റിയാണ് അവർ കൂടുതലും വീഡിയോകൾ ചെയ്തു പോകുന്നത്. വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവരത് ചെയ്തു പോകും. വ്യൂ മാത്രമല്ല, വ്യൂവിൻ്റെ പുറകിൽ പൈസയാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് നോക്കി അവരങ്ങനെ ഇട്ട് പോകും. അപ്പോൾ അതിനിടയിൽ നമുക്ക് അറിവിടാത്ത വിഷയത്തെ പറ്റി നമ്മൾ സംസാരിച്ച് അങ്ങനെ ആയിരിക്കും കൂടുതലും മണ്ടത്തരങ്ങൾ വരും. സാധാരണക്കായ ആൾക്കാരൊക്കെ ആ റിവ്യൂ കണ്ടിട്ടാണ് ഫോണുകൾ എടുക്കുക. അതെ. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ അനൂപ് സാറൊക്കെ ഏകദേശം 20 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. സാറൊക്കെ പറയാൻ പറ്റും, പല റിവ്യൂവും കണ്ടിട്ട് ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ആ ഫോണായിരിക്കും പർച്ചേസ് ചെയ്യുക. ചിലപ്പോൾ കുറഞ്ഞ എമൗണ്ട് അതിന് വരും, കൂടുതൽ ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യും. കറക്റ്റ് ഒരു വർഷമോ അല്ലെ 6 മാസം കഴിയുമ്പോൾ അത് കംപ്ലൈൻ്റ് ആവും. യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കൊണ്ട് ഒരിക്കലും ഫോൺ എടുക്കരുത്. ഇപ്പം എൻ്റെ റിവ്യൂ ഉണ്ടായാലും എടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. അതിന് പല കാര്യങ്ങളുണ്ട്. യൂട്യൂബർ റിവ്യൂ കണ്ടിട്ട് നമ്മൾ ഒരു മൊബൈൽ എടുക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. അതിപ്പോൾ ഞാൻ റിവ്യൂ ചെയ്താലും ഞാൻ ഒരിക്കലും അങ്ങനെ അത് കണ്ടിട്ട് നിങ്ങളാരും ഒരു ഫോൺ എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഏതൊരു ഗാഡ്ജറ്റ്. കാരണം ഇപ്പോൾ യൂട്യൂബർ എടുത്ത് നിങ്ങൾ ആ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് ഒരു മെസ്സേജ് അയച്ച് വേണമെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ ഒരു കാര്യം എന്നറിയാമോ, നിങ്ങളൊരു ബ്രാൻഡാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു പ്രൊഡക്റ്റ് തരുന്നു, ഈ പ്രൊഡക്റ്റ് തന്നിട്ട് എൻ്റെ അടുത്ത് വീഡിയോ ഇടാൻ പറയാം. ചിലപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് വരും, ചിലപ്പോൾ നിങ്ങൾ ബാർട്ടറായിരിക്കും ഏതാ ഒരു പ്രൊഡക്റ്റ് തരും. ഇനി മൂന്നാമതൊരു ബിഗിനർ ആയിട്ടുള്ളൊരു യൂട്യൂബർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പൈസ പോലും കിട്ടില്ല, ഈ പ്രൊഡക്റ്റ് തിരിച്ചും കൊടുക്കേണ്ടി വരും, പൈസയും തരില്ല. പക്ഷെ അവനൊരു കണ്ടന്റ് ആവശ്യമാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അതിനെ പൊക്കി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടും, എന്നാലും വ്യൂ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നെഗറ്റീവ് പറയും ഫുള്ള്, അങ്ങനെ വ്യൂ ഉണ്ടാക്കാം. നെഗറ്റീവിന് വ്യൂ കൂടുതലായിരിക്കും. ഇനി ഒരു ബാർട്ടറായാലും പേയ്മെൻ്റ് ആയി കഴിഞ്ഞാലും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ആണെങ്കിലും അല്ലെങ്കിൽ പോലും കമ്പനിയായിട്ടൊരു ചെറിയൊരു ലിങ്ക് ഉണ്ട് അവിടെ. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അഭിപ്രായം പറയാൻ സാഹചര്യം തരുന്ന കമ്പനികളുണ്ട്. ഇപ്പോൾ ഉദാഹരണം അസൂസ് എന്ന കമ്പനി ഉണ്ടായിരുന്നു, ഞാൻ പണ്ട് കാലത്ത് റിവ്യൂ ചെയ്തിരുന്നു. അവർ പറയും നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് തോന്നിയാൽ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ ചില ചൈനീസ് ബ്രാൻഡുകളുണ്ട്, ആ ബ്രാൻഡുകൾ ഒന്നും തന്നെ ഒരു നെഗറ്റീവ് പറയാൻ സമ്മതിക്കില്ല. നമ്മൾ പ്രൊഡക്റ്റ് അവർ തന്നു, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മളൊരു നെഗറ്റീവ് പറഞ്ഞാൽ പോലും എന്തിന്. ഇപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും, നമ്മളൊരു നെഗറ്റീവ് അല്ലെങ്കിൽ അതിലൊരു ചെറിയൊരു ഇതുണ്ട്, കുറവുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കുള്ളൂ, ക്യാമറ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടിയിരുന്നു നിങ്ങൾ പറയും. കാരണം നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിനെ വഞ്ചിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ കാണുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞാൽ ആകെ 3.5 കോടിയും 200 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരാ. നമുക്ക് നാളെ അവരെ കാണണം. അപ്പോൾ നമ്മൾ മനസാക്ഷി വെച്ച് നമ്മൾ പറയും, നമ്മളെല്ലാവരും പറയും ഇത്തിരിയും കൂടി തരും. പക്ഷേ
ഇത് നോക്കുന്ന PR അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റാഫ് മലയാളി ആയതുകൊണ്ട് അവൻ പറയും അങ്ങനെ പറയാൻ പറ്റില്ല, നല്ല ക്യാമറയാണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ചില ബ്രാൻഡുകൾ, ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് നോക്കിയാൽ അറിയാം, ഇപ്പം ഞാൻ ഉൾപ്പെടെ ചില ബ്രാൻഡുകളുടെ പ്രൊമോഷൻസ് ചെയ്യാറില്ല. ഇതുപോലെ ചില യൂട്യൂബേഴ്സ് മൊബൈലിൻ്റെ ചെയ്യാറില്ല, കാരണം ഈ മൊബൈലാണ് ഇത്രയധികം ഇത് വരുന്നത്. അതേസമയം ചില ബ്രാൻഡുകൾ പറയും നിങ്ങൾ പറഞ്ഞോ ചെറിയ കുറവുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഓവറായിട്ട് നമ്മൾ ഒരു ബ്രാൻഡിനെ അടിച്ചു താഴ്ത്തി പറയണ്ട, കാരണം ഒരു ബ്രാൻഡും നല്ലതുമല്ല അല്ലേ. ക്യാമറയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് നെഗറ്റീവ് ആണെങ്കിൽ ക്യാമറ അത്ര ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബേഴ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് കഴിഞ്ഞിട്ട് ആളുകൾ നമ്മൾ നേരിട്ട് എപ്പോഴെങ്കിലും കാണുമ്പോൾ എടുത്തിട്ട് കുടുങ്ങിയില്ല, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ബോക്സ് പൊട്ടിച്ച് ഇനി ആരും തിരിച്ചു കൊടുക്കുകയും സമ്മതിക്കില്ല ഡീലർ. അപ്പോൾ ഇങ്ങനെ കുടുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും നമ്മൾ ആ ഒരു വീഡിയോ കാണുകയോ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയില്ല. പക്ഷെ ഞങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ അങ്ങനെ ഒരു കമ്പനി പറയുന്നത് സമ്മതിക്കാത്തൊരു കമ്പനിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എടുത്ത ഔട്ട് അതുപോലെ തന്നെ അതിൽ കാണിക്കും. ഒരു സാച്ചുറേഷൻ കൂട്ടുകയോ ബ്രൈറ്റ്നസ് കൂട്ടുകയോ ഒന്നും ചെയ്യൂല. നമ്മൾ നോർമലി അതുപോലെ ഒപ്പം ഒരു വീഡിയോയിൽ നമ്മൾ അത്യാവശ്യമുള്ളവർ ചെയ്ത് കാണിക്കും. ചിലവർ മാത്രം ഇത് കിടിലം ഫോട്ടോ ആണെന്ന് പറഞ്ഞ് എടുത്ത് ഇത് പറയും. ഇതിപ്പോ സാറ് പറഞ്ഞത് ഒരു ഭാഗമാണ്, ഒരു റീസൺ മാത്രമാണ്. അതായത് ഇപ്പം സാർ ഒരു ഫോണിനെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്ത് സാംസങ്ങിന്റെ ഒരു പുതിയ ഫോൺ ഇറങ്ങി. ഉദാഹരണത്തിന് നമ്മളെ സാംസങ്ങിന്റെ M സീരീസിൽ ഒരുപാട് ഫോണിന് റീസ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ഉണ്ട്. പക്ഷെ അത് കമ്പനി ഇറക്കിയപ്പോൾ സാർക്ക് നല്ല ചിലപ്പോൾ കമ്പനിക്ക് പോലും അറിയണ്ടാവില്ല ഇങ്ങനെ ഒരു റീസ്റ്റാർട്ടിങ് കംപ്ലൈന്റിൽ ഭാവിയിൽ വരാനുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ കമ്പനി അറിഞ്ഞോ അറിയാതെയോ സംഭവം ഇറക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പല മൊബൈൽ ഫോൺ ഇറക്കുന്ന കമ്പനികളും തമ്മിൽ മത്സരമാണ്. അതായത് സാംസങ് ആയാലും ഓപ്പോ ആയാലും വിവോ ആയാലും ശരിക്കും നമുക്കറിയാം പല ഇലക്ട്രോണിക്സ് കമ്പനിയുടെയും അണ്ടറിൽ വരുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഓപ്പോ, വിവോ, പിന്നെ OnePlus, റിയൽമി, പിന്നെ IQ. ഇതൊക്കെ ഒരമ്മ പറ്റ മക്കളാണ് ശരിക്കും. പക്ഷെ ഇവര് തമ്മിൽ പോലും കോമ്പറ്റീഷനാണ് പരസ്പരം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ്, വില ഒരു വലിയ വിഷയമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, വില കുറയ്ക്കുന്ന സമയത്ത് സാധനത്തിന് ക്വാളിറ്റിയും കുറയും. അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്വാളിറ്റിയുടെ വിഷയങ്ങൾ ശരിക്കും പറയുന്നത് ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ അതിനെ കുറിച്ച് ഹാർഡ്വെയറിൽ നോളജ് ഉണ്ടായിക്കാണെന്നില്ല. അവര് കാണുന്നതിന്റെ ഒരു സ്പെക്ക് മാത്രമാണ് അല്ലേ. നമ്മളിപ്പോ ഇന്ന് കണ്ട ക്യാമറ ആയിരിക്കില്ല നാളെ കാണുന്ന ക്യാമറ. ഇന്ന് കണ്ട പെർഫോമൻസ് നാളെ കിട്ടില്ല. ഒരു CPU-യുടെ എക്സിനോസിന്റെ ആണെങ്കിലും ഒക്കെ, എക്സിനോസ് സംഭവിക്കുന്ന മീഡിയ ടെക്കിലാണെങ്കിലും ഒക്കെ നമുക്കറിയാം ഈ ഹാർഡ്വെയറിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണുള്ളത്. റാം ഈ M സീരീസിലും പോക്കോ സീരീസ്, MIയുടെ പോക്കോ സീരീസ്, റെഡ്മി സീരീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും സാംസങ്ങിലെ F, S, M ഈ സീരീസിലൊക്കെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ റാം CPU കോൺഫിഗറേഷൻ ബന്ധം വിച്ഛേദിക്കുകയാണ്. അതായത് തമ്മിലുള്ള കണക്ഷൻ ഒരു സോൾഡറിങ് പേസ്റ്റ് വഴിയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. ഈ സോൾഡറിങ് പേസ്റ്റ് ഡ്രൈ ആയിട്ട് ഇത് റീസ്റ്റാർട്ട് ആവുക, ലോഗോണിലേക്ക് പോവുക, അങ്ങനെ പല പല കംപ്ലൈൻസും ഭാവിയിൽ വരിക. ഇത് സാറോ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല, അറിയില്ല. അപ്പൊ അതില് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു അഭിപ്രായം പറയണം കേട്ടോ, എല്ലാ യൂട്യൂബേഴ്സും ടെക്നിക്കലി പ്രാക്ടിക്കലി അതായത് നമ്മൾ എന്ത് ഗാഡ്ജറ്റ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രാക്ടിക്കൽ സൈഡ്, അതിന്റെ ഇന്റേണൽ എന്താണ് ഒരു സാധനം ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് അഴിച്ചിട്ട്, നമ്മൾ ഇവിടുന്ന് പല ഫോണുകളും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ്ങിന്റെ ഫോൺ ഇറങ്ങി അല്ലേ. നത്തിങ്ങിന്റെ ഫോൺ ഇറങ്ങിയപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോൺ പർച്ചേസ് ചെയ്തു. ഞങ്ങൾ അതിന്റെ ഹാർഡ്വെയർ അഴിച്ച് അതിൽ IC എങ്ങനെയാണ് വരുന്നത്, IC പുറത്ത് വെച്ച് നോക്കിയിട്ട് ഇതിന് സർക്യൂട്ടോ കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കലി കുറച്ച് നോളജ് ഉണ്ടാക്കിയതിന് ശേഷം കൂടി റിവ്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇതേപോലെ ചെയ്യുന്ന ആളുകളുടെ ഫീഡ്ബാക്ക് എടുക്കുക. അതിൽ മെയിൻ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന ഈ അബദ്ധങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട ടെക്നീഷ്യൻസ് മാത്രമാണെന്നുള്ളത്. അത് സാധാരണക്കാരൻ ഒരിക്കലും മനസ്സിലാകുന്നില്ല ഈ പറയുന്നത്. അല്ല, അങ്ങനെ മനസ്സിലാക്കുന്നത് ചിലപ്പുണ്ടാവും. അതായത് ഇപ്പോ ഞാൻ എന്ന വ്യക്തി ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റ് മനസ്സിലാകുന്ന ചിലപ്പോൾ മറ്റു യൂട്യൂബേഴ്സ് ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും അവര് അല്ല ഞാൻ പറഞ്ഞത് സാധാരണക്കാരെ ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത്. പക്ഷെ ടെക്നിക്കൽ പരമായിട്ട് ബന്ധമില്ല, ടെക്നീഷ്യൻസ് അല്ലാത്ത അല്ലെ ടെക്നിക്കൽ നോളജ് അല്ലെ ഇലക്ട്രോണിക്സ് നോളജ് ഇല്ലാത്ത ഒരു സാധാരണക്കാരന് ഒരിക്കലും മനസ്സിലാവില്ല ഇയാൾ ഈ പറയുന്നത്. അതെ, പക്ഷെ വേറെ ആരുണ്ട്, ഒരു ടെക്നീഷ്യന് ഇത് അറിയാമെങ്കിൽ പോലും ഇത് പുറത്തറിയാൻ സാധ്യതകൾ കുറവാന്ന് വെച്ചാൽ ടെക്നീഷ്യൻ ആകെ അവന്റെ ഫ്രണ്ട്സിനുള്ള സർക്കിളിൽ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. യൂട്യൂബറെ സംബന്ധിച്ച് ഇത് പുറത്തേക്ക് അറിയിക്കാം. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഒന്നിപ്പോൾ ഞാനൊരു തെറ്റ് പറഞ്ഞു,
ഇത് തെറ്റ് മനസ്സിലായ മറ്റൊരു അറിവുള്ള ഒരു യൂട്യൂബർ ഒരിക്കലും രതീഷ് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇടൂല. കാരണം അത് ഒന്ന് ആള് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റ് ആവാം, പിന്നെ മറ്റൊന്ന് ആളുകൾക്ക് തന്നെ തോന്നും ഇപ്പൊ മറ്റവനെ കുറ്റം പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ നോക്കുന്നതാണോ, അടിച്ചാത്താൻ നോക്കുന്നതാണോ, ഇങ്ങനെയുള്ള ഒരു വിഷയം വരും. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റൊന്ന് ഈ പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് അഴിച്ചു പൊളിച്ചിട്ട് വീഡിയോ ഇടുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല. കാരണം കമ്പനി നമുക്ക് വരുമ്പോൾ എംബാർഗോ എന്ന് പറയുന്ന ഒരു ഇത് ഇടുന്നുണ്ട്. അതായത് നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഇത്രാം തീയതി ഇത്ര ടൈമിന് ശേഷം റിലീസ് ചെയ്യാവൂ, അതുപോലെ ഇത്രാം തീയതിക്കുള്ളിൽ അവർക്ക് വേണം വീഡിയോ ഔട്ട്. അവർ പേയ്മെൻറ്റ് തന്നാലും ബാറ്റർ തന്നു കഴിഞ്ഞാലും അവർ ചോദിക്കും ഇത്രാം തീയതി നിങ്ങൾക്ക് ഇത്ര ടൈമിൽ ചെയ്യാമോ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് അവരിന്ന് റിസീവ് ചെയ്യുന്നത്. ഇല്ല, ഒരിക്കലും പറ്റില്ല. കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങണം. പക്ഷെ ഒരു മലയാളി യൂട്യൂബർക്ക് ഒരിക്കലും കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഒരു എത്ര വീഡിയോ ചെയ്യാൻ പറ്റും? 1-2 വീഡിയോ ചെയ്യാൻ പറ്റും. അതായത് ഒരു ടെക് യൂട്യൂബറുടെ പരമാവധി വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂട്യൂബിൽ നിന്ന് $1000 കിട്ടും. ടെക് യൂട്യൂബർ മറ്റുള്ള എന്റർടൈൻമെന്റ് അല്ല, അവർക്ക് $6000-7000 കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് അത്ര കിട്ടില്ല. ഞങ്ങൾക്ക് വ്യൂ വളരെ കുറവായിരിക്കും. കാരണം 10000-40,000 ഒക്കെ ആയിരിക്കും പരമാവധി വ്യൂ തന്നെ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ആകെ കിട്ടുന്ന 50,000 രൂപയ്ക്ക് കൂടി ഒന്ന് 2 ഫോൺ വാങ്ങാൻ പറ്റും അല്ലേ? പുതിയ ഫോൺ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതെ. മറ്റൊന്ന് ഈ ഒരു സ്പെക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മൊബൈൽ ഫോൺ ഒരിക്കലും റിവ്യൂന് തരുന്നത് കണ്ടിട്ട് വാങ്ങരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഫ്രഷ് മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ ഒരു അപ്പിയറൻസ്, അതിൻ്റെ ക്യാമറ, ഇതൊക്കെ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഒരു വിൻഡോസ് സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് അറിയാം, തുടക്കത്തിൽ നല്ല സ്മൂത്ത് ആയിരിക്കും സാധനം. ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴാണ് ഇത് അഴയാൻ തുടങ്ങുന്നത്. നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് കയറ്റി ക്യാഷ് കൂടുതൽ ഇതായി ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വലിഞ്ഞു തുടങ്ങും. യൂട്യൂബർ ഒരിക്കലും അതിനുള്ളിൽ ആപ്പുകൾ കുത്തി കയറ്റിയിട്ടൊന്നും ചെയ്യില്ല. കാരണം അവന് കിട്ടിയത് ലോഞ്ചിങ്ങിൻ്റെ തലേ ദിവസം വീഡിയോ ഇടാൻ സാധനം എത്തി, പിറ്റേ ദിവസം ഇത് വേണം. ഇതിനിടയിൽ ഇവൻ ജസ്റ്റ് ക്യാമറ ചെക്ക് ചെയ്യും കൂടി വന്നതിനാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ മാത്രം ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് പറയും, ഗെയിമിംഗ് ഇട്ട് പറയും, അല്ലെങ്കിൽ മറ്റേ ബെഞ്ച് സ്കോർ നോക്കിയിട്ട് ഇത് ഇടുക ചെയ്യുന്നത്. അതിനപ്പുറം ഇതിൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഒരു ഇംഗ്ലീഷ് യൂട്യൂബർക്ക് ചെയ്യാം. കാരണം അവനൊരു ഇംഗ്ലീഷിലൊരു വീഡിയോ ഇട്ടാൽ മില്യൺസ് വ്യൂ കിട്ടും. അങ്ങനെ ഓരോ 1000 വ്യൂവിനും കിട്ടുന്ന ഡോളറുകളും വ്യത്യാസമുണ്ടാവും നമ്മുടെ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവന് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ടും വീഡിയോ ഇടാം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ കമ്പനി നമുക്ക് പിന്നെ പ്രൊഡക്റ്റ് തരില്ല. നാളെ ഇവർ മാത്രമല്ല, ഇതേപോലെ മറ്റു PR നോക്കിയിരിക്കണം. ചിലപ്പോൾ ഇതേ PR തന്നെയായിരിക്കും. ഉദാഹരണം, ഇന്ന് ഒപ്പോൻ്റെ ഒരു ഇത് നമുക്ക് ഫോൺ ഒരു റിവ്യൂവിന് ഒരു PR കൊണ്ടുതന്നു വെച്ചോ, ഇവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ സാംസങ്ങിൻ്റെ ഇതും കൊണ്ട് തരുന്നത്. ഇവർക്ക് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അതോടെ ഇവനെ ബ്ലാക്ക് ലിസ്റ്റ് ഒരു പ്രൊഡക്റ്റും ചിലപ്പോൾ കിട്ടില്ല, വെറുതെ എടുത്ത് തലയിൽ വെക്കില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഏത് യൂട്യൂബർ എടുത്ത്, ഞാൻ ആരും കുറ്റമൊന്നും പറയില്ല, നിങ്ങളുടെ ഏത് യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിരുന്നാലും അവരുടെ അടുത്ത് പേഴ്സണലി ഇൻസ്റ്റയിലോ മറ്റെവിടെയെങ്കിലോ അല്ലെങ്കിൽ കമൻസിൽ ചോദിച്ചാലും മതി. ഈ കമൻസ് ഒന്നും PR കമ്പനി വായിക്കാൻ പോകുന്നില്ല. അപ്പോൾ ചോദിക്കുക, ചേട്ടൻ ഞാൻ എടുക്കണോ, എന്താണ് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം? അപ്പോൾ പുള്ളി അപ്പം മറുപടി തരും. ഇതല്ലെങ്കിൽ ഇതിന് ഇങ്ങനൊരു ഇത് കുറവ് ഞാൻ കണ്ടു. അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പുറമെ പറയുന്നില്ലെന്നത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ, പക്ഷെ ചില ഓപ്ഷൻസുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതായത് ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐഫോണിന്റെ ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഐഫോണിനെ അതുപോലെ തന്നെ സേഫ്റ്റിയുടെ ഒരു ഘടകം അതിന്റെ അകത്തുണ്ട്. അപ്പൊ പ്രീമിയം ഫോണുകളിൽ കസ്റ്റമറുടെ സേഫ്റ്റിക്ക് കൂടി കമ്പനി കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് അത്രയും ഉയർന്ന ഫാസ്റ്റ് 100 വാട്ട്സിന്റെ മുകളിലൊക്കെയുള്ള ഫാസ്റ്റ് ചാർജിങ് പൊതുവെ ഇപ്പൊ പ്രീമിയം ഫോൺസ് ആയിട്ടുള്ള സാംസങ് പോലും ഈ 120 വാട്ട്സിന്റെ ഒക്കെ ഫാസ്റ്റ് ചാർജിങ് ഇറക്കുന്ന സാംസങ് പോലും അവരുടെ പ്രീമിയം ഫോണുകൾ എടുത്തു പോയി കഴിഞ്ഞാൽ അതിന്റെ താഴെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഒരു സേഫ്റ്റി എന്നുള്ള ഒരു രീതിയും കൂടെയാണ്. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ഇത്രയും കാശ് കൊടുത്തിട്ട് ഇത്രയും കുറഞ്ഞ ഒരു ഫോണാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ ചിലര് ഒരു ഇത് പറയും. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഒരു കമ്പനി ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ എത്ര കാലം റിസർച്ച് ചെയ്തിട്ടായിരിക്കും അവർ ഇറക്കുക? അവർ റിസർച്ച് ചെയ്ത സാധനം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പിറ്റേ ദിവസം റിവ്യൂ ഇടാം അല്ലേ? അപ്പൊ അതിന്റെ ലോജിക്ക് അത്രമാത്രം ഇതായിരിക്കും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കുറവാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഇത് കുറവാണെന്ന് പറയാം. പിന്നെ ആളുകൾക്ക് ചിലർക്ക് തന്നെ ചില കാര്യങ്ങൾ ഭയങ്കര ഉദാഹരണം, ഐഫോണിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് കിട്ടും. അതേസമയം ആൻഡ്രോയിഡിനെ കുറ്റം പറഞ്ഞാൽ അത് സാധാരണക്കാരൻ്റെ ഫോണാണ്. അപ്പൊ നീ വലിയ പണക്കാരനാണല്ലേ? ഇതിങ്ങനെയൊക്കെ ചോദ്യം.
ഏതൊരു കാലത്തും ഈ ഐഫോണും ആൻഡ്രോയിഡും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഐഫോൺ എന്ന് പറഞ്ഞ റിച്ചും അല്ലെങ്കിൽ ജാഡ. അല്ല, ഇപ്പൊ ഈ ഐഫോണില് ചാർജർ കൊടുക്കുന്നത് നിർത്തി. ആ സംഭവം തന്നെ സാംസങ്ങിലേക്ക് വല്ലതിലേയും വന്നില്ലേ. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര മിസ്റ്റേക്ക് ആണ്. അതായത് നമുക്ക് ഇ വേസ്റ്റിന്റെ വിഷയവും അതൊക്കെ പറഞ്ഞിട്ടാണല്ലോ ചാർജർ ഇനി മാർക്കറ്റിൽ ഫോണിന്റെ കൂടെ കൊടുക്കേണ്ടതില്ല, അത് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കാന്നാണ് പറയുന്നത്. പക്ഷെ ആളുകൾ ഈ പണ്ടത്തെ കഥ പറഞ്ഞ പോലെ ആനയെ വാങ്ങും തോട്ടി വാങ്ങില്ല. ഈ 1 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഫോൺ വാങ്ങിക്കൂ, എന്നിട്ട് അവർ വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 റുപ്യന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാർജർ. ഈ ചാർജർ വാങ്ങി കുത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫോണിനും ചാർജിങ്ങിന്റെ സെക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ചാർജറും ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫാസ്റ്റ് ചാർജറൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 10-ന്റെ മേലെ. സാധാരണ ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ വരുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് എത്ര ഇരിക്കുന്ന സാർക്ക് ഐഡിയ ഉണ്ടോ? സാധാരണ സാർ പ്രാക്ടിക്കലി നോക്കാത്തോണ്ട് 5.2 3.7 തൊട്ടിട്ട് 4.2 പഴയ നോക്കിയ അല്ല, സാധാരണ 3.7 to 4.2 വരെയാണ്. പിന്നെ ഡബിൾ ബാറ്ററി വരുന്ന സീരീസ് ആയി വരുന്ന സെറ്റുകളും ഉണ്ട്. ഇതിന്റെ ഇരട്ടി വരും. അതായത് ഈ 3.7 നേരെ ഇരട്ടി വരും. അതായത് 4.2 ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ഒരു 8 point something ഒക്കെ വന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ബാറ്ററി വരുന്നത്. പക്ഷേ ഈ ബാറ്ററിക്കൊക്കെ ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ചാർജറിൽ വരുന്ന വോൾട്ടേജ് എത്ര ഉണ്ടാവും? സാധാരണ രീതിയിൽ നമുക്ക് ഒരു ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ആ ബാറ്ററിയിലുള്ള വോൾട്ടേജിനേക്കാളും കുറച്ചധികം തന്നു കഴിഞ്ഞാൽ തന്നെ ചാർജിങ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് ചാർജറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ 4.2 വരെ ഒരു 4.2 വരെ ചാർജ് കയറേണ്ട ബാറ്ററിയിലേക്ക് നമ്മൾ അടിച്ച് കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർജറിന്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്താൽ 18 വോൾട്ട് 20 വോൾട്ട് വരെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ 20 വോൾട്ട് വരെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനും അത് ചാർജ് കറക്റ്റായിട്ട് കൊടുക്കാനും വേണ്ടിയുള്ള സർക്യൂട്ട് ആ മദർ ബോർഡിലുണ്ടാവും. അതുപോലെ തന്നെ ആ ബാറ്ററിക്ക് ഒരു സർക്യൂട്ട് ഉണ്ടാവും. ഇതൊക്കെ തമ്മിൽ ഒരു ഇന്റേണലി കണക്ഷൻസ് ഉണ്ട്. ഈ ഒരു സംഭവം കറക്റ്റ് ഒരു തമ്മിലൊരു രീതിയിലാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളത് വേറെ ടൈപ്പ് ചാർജർ ഉപയോഗിക്കുന്ന സമയത്ത് മാർക്കറ്റിലുള്ള ചാർജർ ഉണ്ടാക്കുന്ന ആള് ശ്രദ്ധിക്കുന്നത് ഇതിനകത്ത് 18 വോൾട്ട് വരുന്നുണ്ട്. അവിടെ ആംബിയർ എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇവൻ ഈ 18 വോൾട്ടിൽ അപ്ലൈ ചെയ്യുന്ന ആംബിയർ ഈ സാധാരണ ഇതിന് വരുന്നതിന് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ചാർജിങ് സെക്ഷൻ കംപ്ലൈന്റ് ആവാം, ബാറ്ററി ബൾജാവും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. ഇത് കമ്പനിക്ക് അറിയാത്തൊരു വിഷയമൊന്നുമല്ല. സാംസങ്ങിനായാലും ഐഫോണിനായാലും ഒരു ഇലക്ട്രോണിക്സിലെ നോളജിലുള്ള ഏതൊരു വ്യക്തിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്നിട്ട് പോലും സെറ്റിന്റെ കൂടെ ചാർജർ കൊടുക്കുന്നില്ല. ഇതുകൊണ്ട് സംഭവിക്കുന്ന നഷ്ടമാർക്കാണ് സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ്. കമ്പനിക്ക് ബിസിനസ് കൂടും, അതൊരു സൈഡാണ്. കമ്പനിക്ക് ബിസിനസ് കൂടും, ടെക്നീഷ്യന്മാർ നമുക്ക് വർക്കും കൂടും. നമുക്കത് ഹാപ്പിയാ. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോ ഐഫോണ് ഈ ടൈപ്പ് സി വന്ന സമയത്ത് ഫുള്ള് ഡൗട്ട് ചെയ്യുന്നു ഇനിയിപ്പോ ഈ ചാർജിങ് സോക്കറ്റ് കംപ്ലൈന്റ് ആവൂലെന്ന്. മറ്റേ USB ടൈപ്പ് സംഭവമായ സമയത്ത് പെട്ടെന്ന് തന്നെ സാധനം കംപ്ലൈന്റ് ആവും. തിരിച്ചു കുത്തിയിട്ട് പിന്നെ ഇളകി പോയിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഒരു 10-15 സെറ്റ് ചാർജിങ് കണ്ടർ മാറ്റാൻ ഡെയിലി വരും. അത് ചാർജിങ് കണ്ടർ വളരെ തുച്ഛമായ റേറ്റേ വരുന്നുള്ളൂ. മാറ്റി കൊടുത്ത് അത്യാവശ്യം പ്രോഫിറ്റ് ആവുകയും ചെയ്യും. പെട്ടെന്ന് ടൈപ്പ് സി വന്നു, എല്ലാവരും പേടിച്ചു, പണി പാളി, ഇനി വർക്ക് ഉണ്ടാവില്ല. പക്ഷെ സത്യം പറയാലോ, ടൈപ്പ് സി വന്നാലും വർക്ക് കൂടുതലാണ്. ടൈപ്പ് സി നല്ലതുപോലെ കംപ്ലൈന്റാണ്. ഒന്നാമത്തത് അത് കുറച്ച് അത്യാവശ്യം വലിയ ഹോളാണ്. പിന്നെ നല്ലപോലെ പൊടി ഉള്ളിൽ കയറും, കാര്യമായ ഡസ്റ്റ് കയറും. പിന്നെ ഈ ടൈപ്പ് സി യൂണിവേഴ്സൽ ആയതുകൊണ്ട് തന്നെ പല ഗാഡ്ജറ്റുകൾക്കും ഈ ടൈപ്പ് സി ആ വരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണക്ട് ചെയ്യുക. മാറ്റി കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ചെറിയ സബ് PCB ചെറിയൊരു ബോർഡ് ഉള്ളിൽ വരുന്നുണ്ട്. ആ PCB ഷോർട്ടായി പോവുക, അത് മുഖേന ഫോൺ കംപ്ലൈന്റ് ആവുക, ചെറിയ സൈസ് വ്യത്യാസം ഉണ്ടാവും. അതായത് അതും കമ്പനിയുടെ ഒരു കമ്പനി ഒറിജിനൽ ചാർജർ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഏത് കമ്പനി ആണെങ്കിലും, ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും ഏത് കമ്പനി ആണെങ്കിലും ഫോണിന്റെ കൂടെ ഒരു ചാർജർ കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം ചാർജിങ് പ്രോബ്ലംസ് വളരെ കുറയും. ഞാൻ പറയുന്നത് അനൂപ് സാർ അത് അത്ര ലീഗലി മുമ്പോട്ട് പോകണ്ടെന്നുള്ളതാ. കാരണം ഈ ഒരു ടെക്നീഷ്യന്മാരായ ഒരു വലിയൊരു ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ടല്ലോ. പറയുന്നുണ്ടെങ്കിൽ ഇതിനൊരു എത്തിക്സ് ഉണ്ട്. നമ്മളെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഒരു കസ്റ്റമറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ വീട്ടിലുള്ളവർ, നമ്മളെ കുടുംബക്കാരെ, നമ്മളെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഫോൺസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ആഗോള പ്രശ്നമാണിത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ വിഷയം തന്നെയാണ്. ചൈനീസ് ബ്രാൻഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്ന ബ്രാൻഡുകൾ പക്ഷെ എല്ലാവരും അല്ലാതെ തന്നെ കംപ്ലൈന്റ് ഉണ്ടല്ലോ.
പക്ഷെ നല്ല ഹാർഡ്വെയർ ക്വാളിറ്റി ഉള്ള ചൈനീസ് ബ്രാൻഡുകൾ. പക്ഷെ ഈ ബ്രാൻഡഡ് സംഭവങ്ങളുടെയും ഇതിന്റെയും അവർ പറയുന്ന ഓഫർ ചെയ്യുന്ന ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഐഫോൺ 29 വാട്ട്സ് ആണ് അവരുടെ ചാർജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 29 അത്രയും പൈസ റിയൽമിയുടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് പറഞ്ഞത്. റിയൽമിയുടെ 240 വാട്ട്സിന്റെ ചാർജർ ഉണ്ട്, അത് എഫക്റ്റീവ്ലി 210 ഉള്ളൂ. സാറിന് ഓർമ്മ ഉണ്ടാവും, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഈ മൊബൈൽ ഫോൺ വരുന്നതിന്റെ മുൻപേ നമ്മൾ ഒരാളെ ഒന്ന് വിളിക്കണമെങ്കിൽ അന്ന് വാക്കി ടോക്കി, സാറ് ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വാക്കി ടോക്കി പോലെ ഉള്ളതും ഒരാൾക്കൊരു ആശയവിനിമയം നടത്താനുണ്ടെങ്കിൽ പേജറും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ 2024 എത്തിയിട്ട് നമ്മളെ ടെക്നോളജി പോയി ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ മൊബൈൽ ഫോണിൽ ആഡായി. 2024 ഇത്ര മുന്നിലെത്തിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു 2030 2035 എത്തുമ്പോൾ പല പല സംഭവങ്ങളും വരാനുണ്ട്. ഇനിയിപ്പോൾ വിർച്വൽ റിയാലിറ്റി വരാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ മൊബൈൽ ഫോണിന് കൊണ്ട് നടക്കുക വേണ്ട. ഇപ്പൊ തന്നെ വാച്ചിൽ LTE ഉള്ള വാച്ചുകൾ വന്ന സമയത്ത് ഫോണ് വീട്ടിൽ വെച്ചിട്ട് കോള് നോക്കാനും അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം വന്നു. ഇനി നമ്മളെ കൈവെള്ളയിൽ ഫോണിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഫോൺ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഭാവിയിലേക്ക് വരാം. അല്ലെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആഡായി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു മേഖലയിലും അതുപോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങളും വരുന്നുണ്ട്. എന്താണ് സാറിന് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ടെക്നോളജി എന്തായാലും ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതും ഒരു സാധ്യതകളാണല്ലോ. അതിപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാനൊരു അവസരം കിട്ടും. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ താല്പര്യമുള്ള കൂടുതൽ കൂടുതൽ പഠിക്കാം, കൂടുതൽ നല്ലൊരു മേഖലയിലേക്ക് ഈ പറഞ്ഞ അപ്ഡേഷൻസ് കറക്റ്റായിട്ട് കിട്ടുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഈ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിലും പഠിപ്പിക്കണമെങ്കിലും അപ്ഡേറ്റ് ആയിരിക്കണം. കാരണം എപ്പോഴും അപ്ഡേറ്റ് സ്വീകരിക്കുകയും അത് കൊടുക്കുകയും ചെയ്യുന്നവർക്ക് സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരും ഞങ്ങൾക്ക് അവിടെ സ്കോപ്പ് ഉണ്ട്, യൂട്യൂബേഴ്സ്. അതുപോലെ തന്നെ അതൊരു സർവീസായിട്ട് കൊടുക്കുന്ന ടെക്നീഷ്യൻസിന് അവർക്കും എപ്പോഴും സ്കോപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ എന്നും കൊന്നും നമ്മുടെ പഴയ ടെക്നോളജി മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ ഒരു ഇതില്ല. പിന്നെ ടെക്നോളജി നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കും, ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും മാറ്റം വരുന്നത്. ഈ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അധിക ഭാവി ഉണ്ടാവാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം അത്യാവശ്യം അതിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു 1-2 വർഷം കൂടെ ഇറങ്ങിയേക്കുന്ന ഏത് സ്മാർട്ട് വാച്ചിലും പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ ഫയർ ബോൾട്ടിൽ സിം ഇടാവുന്നത് കണ്ടുനിന്നിട്ട് അല്ലേ, ഇത് ചൈനക്കാർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ സാധനമാണ് അല്ലേ. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി വരാൻ പോകുന്ന മിക്കവാറും സ്പെക്സ് ആയിരിക്കും. കാരണം നമുക്ക് ഇതുപോലെ കയ്യിൽ മൊബൈൽ എടുത്ത് പിടിക്കേണ്ട ആവശ്യം വരില്ല, അത് മാറും. ഗസ്റ്റർ കൺട്രോളൊക്കെ വെച്ചിട്ട് അതെ വരുന്നു, നമുക്ക് കൊണ്ടുനടക്കാനുള്ള. അതെ, പിന്നെ അതിനോടൊപ്പം മറ്റൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എല്ലാവരും മൊബൈൽ ഉപയോഗിച്ച് അത്യാവശ്യം കണ്ണൊക്കെ പോയി കഴിഞ്ഞു, സ്പെക്ക് വെക്കേണ്ടി വരും. ഇതും കൂടെ ഇൻക്ലൂഡ് ആയി അത് അടുത്തൊരു. പക്ഷെ അതൊന്നും നമ്മുടെ ഇന്ത്യയിലൊന്നും പെട്ടെന്ന് പെർമിഷൻ കിട്ടുന്ന ഒരു കാര്യങ്ങളല്ല. പക്ഷെ ഈ പറഞ്ഞ സ്പെക്ക് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വേറെയാണ്. പക്ഷെ ഷവോമി വേറൊരു മോഡൽ ഓരോരുത്തർ ഇറക്കിയേക്കണേല് ആപ്പിളും മെറ്റ ഇറക്കിയേക്കുന്നതാണ് കുറച്ച് അഡ്വാൻസ്. പക്ഷെ ചൈനയിൽ അതിന്റെയൊക്കെ 4-1 വിലയുടെ ഇറങ്ങാൻ പോകുന്നുണ്ട് വരും ദിവസങ്ങളിൽ. അപ്പോൾ ആളുകൾ എന്തായാലും അതിലേക്ക് മാറും. കാരണം ഈ കയ്യിൽ ഇത് പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, എന്തും നാവിഗേഷൻ ഉൾപ്പെടെ അതിൽ കിട്ടും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ എത്തുന്നത് സ്മാർട്ട് ഫോണിലേക്കാണല്ലോ. ഇപ്പൊ എയർപോഡ് ആയിക്കോട്ടെ, ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ, സ്മാർട്ട് ഫോണും മാറും. കാരണം മാറും എന്ന് പറയുന്നതിന് എനിക്ക് ഒരു അഭിപ്രായമില്ല. കാരണം സ്മാർട്ട് ഫോൺ നമ്മുടെ അല്ല, സ്മാർട്ട് ഫോൺ ഞാൻ ഇപ്പൊ നമ്മള് AI വന്നിട്ട് നമ്മുടെ പണികൾ എളുപ്പമാക്കുക. സ്പെക്ക് വരുമ്പോഴും നമുക്ക് കോളുകൾ റിസീവ് ചെയ്യാനും നാവിഗേഷനും ഒക്കെ അതിനുള്ളിൽ കാണാമെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് സ്മാർട്ട്. എന്തും ഒരു കാലം വരുമ്പോൾ മാറിക്കൊടുത്തേ മതി. പ്രാക്ടിക്കലി എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണം, ഒരു കംപ്ലൈന്റിലേക്ക് എങ്ങനെ അതിന്റെ സൊല്യൂഷനിലേക്ക് എത്തണം എന്നുള്ളതിനൊരു റൂട്ട്, ആ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഇവര് തിയറി ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ഇപ്പോൾ ചില ടെക്നോളജികൾ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യും, ആ ഒരു ഡെവലപ്പ് ചെയ്ത് അവർ അതിൽ പേറ്റന്റ് എടുക്കും. ഏത് മേഖലയിലായിക്കോട്ടെ അതിലുള്ള അപ്ഡേഷൻസ് അപ്പോൾ അറിയും, അതിന് മാറ്റങ്ങൾ ഉൾക്കൊള്ളും ചെയ്താലേ പിടിച്ചേക്കാൻ പറ്റും. ടെക്നീഷ്യന്മാരില്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഈ മൊബൈൽ ഫോണിന്റെ മദർ ബോർഡ് റിപ്പയർ ചെയ്യുന്നത് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. നോർമൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമായിരുന്നു, റെസിസ്റ്റർ പോലും കാണാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോ റെസിസ്റ്റർ നോർമലി അങ്ങനെ നോക്കിയാൽ കുറച്ച് പാടാണ്.